എല്ലാവർക്കും ഗ്രീൻ ടൂൺസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മളൊരു ടെറാപ്ലാന്റർ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പൊ നമ്മുടെ ഇടയിൽ കൂടുതൽ ആൾക്കാർക്കും ഇൻഡോർ പ്ലാന്റ്സ് ആണ് താല്പര്യം. അതിൽ തന്നെ ലീഫ് പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കൂടുതൽ. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു മോഡേൺ ഗാർഡൻ ടെക്നോളജിയാണ് ടെറാപ്ലാന്റർ. സോ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യാന്നൊന്ന് കണ്ടു നോക്കാം. ഇതിന്റെ പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ടെറാക്കോട്ടയുടെ ഒരു പോട്ടാണ്. സിലിണ്ടർ ഷേപ്പുള്ള ഒരു പോട്ട്. ഞാനിവിടെ ചെറിയൊരു പോട്ടാണ് ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് ടെറാക്കോട്ടയുടെ വലിയ പോട്ടുകളും ഇതിനായിട്ട് യൂസ് ചെയ്യാം. ഇനി നമുക്കിതിൽ പ്ലേസ് ചെയ്യാനായിട്ട് കുറച്ച് ഫേൺസ് അഥവാ പന്നൽ ചെടികളാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യണ കാരണം നമ്മുടെ ചുറ്റുവട്ടത്ത് നോക്കിയാൽ തന്നെ ഇതുപോലത്തെ ചെറിയ ചെടികൾ നമുക്ക് കിട്ടും. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് പറിച്ചെടുക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ വേരിലുള്ള മണ്ണിൻ്റെ തരികളൊക്കെ ഒന്ന് പതുക്കെ വേരധികം ഡാമേജ് ആവാത്ത വിധത്തിൽ ഒന്ന് പ്രസ് ചെയ്ത് പൊട്ടിച്ച് കളയുക. ഈ ഒരു ടെറാപ്ലാന്ററിലേക്ക് ഏറ്റവും സൂട്ടായിട്ടുള്ള പ്ലാന്റ് എന്ന് പറയുന്നത് ഫേൺസ് ആണ്. കാരണം ഫേൺസിന്റെ വേര് ഒരിക്കലും മണ്ണിനടിയിലേക്കല്ല, മണ്ണിന്റെ ആ സർഫസിലാണ് സ്പ്രെഡ് ആവുക. അതുകൊണ്ട് തന്നെ അധികം വലുപ്പം വരാത്ത ഇത്തരം പന്നൽ ചെടികൾ നമുക്ക് ഈ ഒരു ടെറാപ്ലാന്ററിൽ ഈസി ആയിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇത് ഞാൻ പ്രൊപ്പഗേഷന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ഒരു ഫേണാണ്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊക്കെ പ്രൊപ്പഗേറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്, ചെറിയ തൈകൾ. അധികം ഡാമേജ് ആവാത്ത രീതിയിൽ ഇതും കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ടെറാപ്ലാന്ററിൽ സെറ്റ് ചെയ്ത് വെക്കാം. ഇത്തരം ചെടികളെ ഞാൻ ഡയറക്റ്റ് മണ്ണിൽ വളർത്തണ കാരണമാണ് ഇത് വലിയ സൈസിലേക്ക് വളരുന്നത്. പക്ഷെ നമ്മൾ ഈ ഒരു മെത്തേഡിലേക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന് സ്ലോ ഗ്രോത്ത് ആണ് ഉണ്ടാവുക. പെട്ടെന്ന് വളർന്ന് വലുതായി ഒരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല. അഥവാ ഇനി ഇത് വളർന്നു വരികയാണെങ്കിൽ നമുക്കത് ചെറുതായി കട്ട് ചെയ്തിട്ട് ഷേപ്പ് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മുടെ ടെറാപ്ലാന്ററിന് ആവശ്യമായിട്ടുള്ള പോട്ടും പ്ലാന്റ്സും സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഇതിൻ്റെ മുകളിൽ അറേഞ്ച് ചെയ്ത് നോക്കാം. നമ്മുടെ ടെറാക്കോട്ട പോട്ടിൻ്റെ മുകളിൽ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്യാം. അറേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഉള്ളിലല്ല ഇതിൻ്റെ സർഫസിൽ പുറമെയാണ് ഇത് അറേഞ്ച് ചെയ്യേണ്ടത്. ഈ രീതിയിൽ വെക്കുക. അതുപോലെ ഇതിൻ്റെ വേര് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് നല്ല പോലെ പോട്ടിൻ്റെ സർഫസിൽ ടച്ച് ആവണ വിധത്തിൽ സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിൽ വെള്ളം ഒഴിക്കുക. ഞാനിവിടെ ഒഴിച്ച വെള്ളം കുറച്ച് കൂടിപ്പോയി, അതാണ് ആ ഹോൾ വഴി അത് പുറത്തേക്ക് വന്നത്. പക്ഷെ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും ആ വെള്ളം ഈ ഒരു പോട്ട് മുഴുവൻ സ്പ്രെഡ് ആവുന്നുണ്ട്. നമ്മൾ ഈ പോട്ടിൽ ഒഴിക്കണ വെള്ളം ഈ പോട്ട് മുഴുവൻ സ്പ്രെഡ് ആവാൻ ഏകദേശം ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ടൈം എടുക്കും. ഞാനിവിടെ ഈ ഒരു വീഡിയോ ടൈം ലാപ്സ് ഉപയോഗിച്ച് ചെയ്ത കാരണമാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു റിസൾട്ട് കാണാൻ പറ്റണത്. ഫേൺസിന് വളരാൻ വേണ്ടത് ഒരു സർഫസും അതുപോലെ ഈർപ്പുള്ള ഒരു അറ്റ്മോസ്ഫിയറും ആണ്. കളിമണ്ണ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ടെറാക്കോട്ട പോട്ട് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അതിനുശേഷം അത് ചൂളയിൽ വെച്ച് ബേക്ക് ചെയ്തെടുത്തു. സോ ഇതിൻ്റെ സർഫസ് ഭയങ്കര റഫാണ്. ഒരു ചെടിയുടെ വേരുകൾക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്ത് കയറാൻ പറ്റുന്ന തരത്തിലാണ് ഇതിൻ്റെ സർഫസ് ക്രിയേറ്റ് ആയേക്കുന്നത്. അതുപോലെ ചെറിയ ഹോൾസും, സൂക്ഷ്മമായ ചെറിയ ഹോൾസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തൊഴിക്കുന്ന വെള്ളം പതിയെ, വളരെ പതിയെ പുറത്തേക്ക് സ്പ്രെഡ് ആവും. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, വാട്ടർ ലെവലിൻ്റെ മുകളിലേക്കും ഈ വെള്ളം സ്പ്രെഡ് ആവുന്നുണ്ട്. കുറേ സമയമെടുത്ത് പതുക്കെ നടക്കുന്ന ഒരു പ്രോസസ്സാണിത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒഴിക്കുന്ന വെള്ളം സ്പ്രെഡ് ആവുമെങ്കിലും ചോർന്നു പോവില്ല. ഇനി ഈ ഫേൺസൊക്കെ നമുക്കിതിൽ കറക്റ്റായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. അതിന് മുമ്പായിട്ട് ഈ ഫേൺസിൻ്റെ റൂട്ടിലൊക്കെ മണ്ണ് ചെറുതായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് ജസ്റ്റ് അതൊന്ന് തുടച്ച് മാറ്റി വൃത്തിയാക്കി എടുക്കുക. അതുപോലെ നമുക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ് റബ്ബർ സ്ട്രിങ്. റബ്ബർ സ്ട്രിങ്ങിന് പകരം നമ്മൾ റബ്ബർ ബാൻഡ് യൂസ് ചെയ്യരുത്. റബ്ബർ ബാൻഡ് കുറച്ചും കൂടി ടൈറ്റ് ആവും. അപ്പോൾ നമ്മൾ ഇതിൽ വെക്കുന്ന ചെടികളുടെ തണ്ടൊക്കെ ഒന്ന് ഭയങ്കരമായിട്ട് പ്രസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ നല്ല ഉരുണ്ടതാണ്. അപ്പോൾ നമ്മളിതിൽ ചെടികൾ വെക്കുമ്പോൾ അധികം പ്രസ് ആവില്ല, ചെടികൾക്ക് അധികം ഡാമേജ് ഇല്ലാത്ത രീതിയിൽ ക്യാച്ചായി നിൽക്കും. ഇനി ബാക്കിയുള്ള ഫേൺസും നമുക്ക് ഇതേ മെത്തേഡിൽ ഈ ഒരു ടെറാക്കോട്ട പോട്ടിൻ്റെ മുകളിൽ അറേഞ്ച് ചെയ്തെടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിൽ ആവശ്യമില്ലാത്ത പോർഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇത് അറേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ സ്ട്രിങ് വലിക്കുമ്പോൾ നമ്മൾ ആദ്യം വെച്ച ചെടികൾ വീണ് പോകാനുള്ള ചാൻസ് ഉണ്ട്. കൈകൊണ്ടാണ് നമ്മൾ സ്ട്രിങ് വലിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഒരു ടൂത്ത് പിക്കോ ഈർക്കിളിയോ ഉപയോഗിച്ചിട്ട് ആ സ്ട്രിങ് മെല്ലെ മെല്ലെ നീക്കിയ ശേഷം ചെടികൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചില ഏരിയയിൽ ഫേൺസൊക്കെ പൊന്തി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലൊരു ബ്ലാക്ക് നൂല് ഉപയോഗിച്ചിട്ട്, ഞാൻ വൈറ്റാണ് ഉപയോഗിച്ചത്, നിങ്ങളൊരു ബ്ലാക്ക് നൂല് ഉപയോഗിച്ചിട്ട് ചുറ്റി കൊടുക്കുക. അങ്ങനെ ഇത് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ചുറ്റി കൊടുത്തിട്ടുള്ള ഈ ഒരു ത്രെഡ് ഉണ്ടല്ലോ,
അത് ഒരു ടൈം കഴിഞ്ഞാൽ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ജസ്റ്റ് ആ ബേസിൽ ഇത് ക്യാച്ച് ആവണ വരെ ഇതുപോലെ ത്രെഡൊക്കെ വേരിൻ്റെ പോർഷനിലും മുകളിലും ജസ്റ്റ് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുക. ഇത്തരം ചെടികൾക്ക് സൺലൈറ്റ് അധികം ആവശ്യമില്ലാത്ത കാരണം നിങ്ങൾക്കിത് നിങ്ങളുടെ റൂമിൽ ടേബിളിന് മുകളിലോ അല്ലെങ്കിൽ വിൻഡോയ്ക്ക് അടുത്തൊക്കെ ആയിട്ട് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ സാധിക്കും. പേര് കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്നൊക്കെ തോന്നുവെച്ചെങ്കിലും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ സാധിക്കും. സോ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഗുഡ് ബൈ. ഈ ഒരു ടെറാപ്ലാന്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോട്ട് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോട്ടുകൾ കംപ്ലീറ്റ് ഈ ഒരു രീതിയിലാണ്, ഭയങ്കര റെഡ് കളറിലാണ് ഉണ്ടാവുക. അത് റെഡ് സിമെൻറ്റ് അപ്ലൈ ചെയ്തിട്ടുള്ള പോട്ടുകളാണ്. ഇതിൻ്റെ അടിഭാഗം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെ റെഡ് സിമെൻറ്റ് അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്തരം പോട്ടുകളാണ് നിങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇതിൽ വെള്ളം സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കുറവായിരിക്കും. സോ ഇത്തരം പോട്ട്സാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സാൻഡ് പേപ്പർ എടുത്തിട്ട് അതുമേ റബ്ബ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആ റെഡ് സിമെൻറ്റിൻ്റെ ആ ഒരു ചെറിയ ലെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ സ്പ്രെഡായി തുടങ്ങും. അതല്ലെങ്കിൽ നിങ്ങൾ പോട്ട് വാങ്ങുന്ന സ്ഥലത്ത് പറയുകയാണെങ്കിൽ അവർ ഈ ഒരു ലെയർ അപ്ലൈ ചെയ്യാത്ത പ്യുവർ പോട്ടുകൾ നിങ്ങൾക്ക് തരും. ടെറാപ്ലാന്ററിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള മെത്തേഡാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളിൽ എത്തിച്ചത്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ ഒറിജിനൽ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും.